You can open your Bibles to 2 Chronicles chapter 28. അടുത്ത അല്പനിമിഷങ്ങൾ ദൈവത്തിൻ്റെ വചന ചിന്തയോട് ആഗ്രഹിക്കുന്നു. രണ്ട് ദിനവൃത്താന്തം അതിൻ്റെ 28-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. And we're going to look at an individual named King Ahaz. ആഹാസ് എന്ന ഒരു രാജാവിനെ കുറിച്ച്, വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. And the title of the message today is Favor and Failure. ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം ദൈവപ്രീതിയും പരാജയവും എന്നുള്ളതാണ്. And I want us to just walk through the life of this king. I am very aware of how the Holy Spirit has been ministering to us today already. ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും ഈ വ്യക്തിയെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നു. From the time we've started here this morning, we have been drawn to the cross of Jesus. രാവിലെ സമയം തുടങ്ങിയത് മുതൽ യേശുക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് നാം ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. We're going to conclude today coming to the Lord's table. ഈ ആരാധന അവസാനിപ്പിക്കുമ്പോൾ കർത്താവിന്റെ മേശയ്ക്ക് മുമ്പ് നാം ആയിരിക്കുകയാണ്. So I don't want us to look at this to study about a story or to see some morals, but ask the Holy Spirit, if there is something in me that you really want to reveal, Holy Spirit, do that this morning. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയത്ത് ഒരു വ്യക്തിയുടെ ഒരു കഥാപുരുഷനെയൊക്കെ ചിന്തിക്കുകയോ ആ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരിക്കാതെ പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുക എന്തെന്നുള്ളത് വ്യക്തമാക്കുവാൻ ഞാൻ പ്രാർത്ഥനയോടെ മുമ്പിലായിരിക്കുന്നു. I want to give some context before we get into the story. ഈ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിന്റെ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു. At this time in history, the people of Israel, or the Jewish people, are now divided into different regions. ഈ കാലഘട്ടത്തിൽ, ഈ രാജാവിൻ്റെ കാലഘട്ടത്തിൽ യഹൂദന്മാർ, ദൈവമക്കളായ ഇസ്രായേൽ ജനം പല മേഖലകളിലേക്ക് ചിതറിപ്പെട്ടു പോയ അവസ്ഥയിലായിരുന്നു. And if we look at them on a map, you will see Judah, the nation of Judah is there, and above them is the nation of Israel. അന്നത്തെ കാലത്തെ പലസ്തീൻ നാടിൻ്റെ മാപ്പ് പരിശോധിച്ചാൽ യഹൂദ ഗോത്രവും അതുകൂടാതെ അതിൻ്റെ മുകളിലായിട്ട് ഇസ്രായേൽ എന്നുള്ള ജാതി രണ്ടായിട്ട് തിരിഞ്ഞ് രണ്ട് രാജ്യങ്ങളായിട്ട് പിരിഞ്ഞ അവസ്ഥ. And you can put it up and just follow along with me as I go. And what's peculiar about this is below Judah is Egypt, and above Israel is Assyria, and both of these nations, Assyria and Egypt, really want that land of Judah for military purposes. യഹൂദയുടെ താഴെ ഈജിപ്തും എന്നാൽ ഇസ്രായേലിൻ്റെ മുകളിൽ സിറിയ രാജ്യവും, ഈ രണ്ട് രാജ്യങ്ങൾക്കും യഹൂദ എന്ന ആ പ്രത്യേക സ്ഥലം അവർക്ക് വേണമെന്ന് ആഗ്രഹം അവരുടെ സ്ട്രാറ്റജിക് പർപ്പസിന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഒരു കാലഘട്ടം. And so when you read through, you'll see that oftentimes Egypt or Assyria or even the nation of Israel will wage war against Judah to capture them and to make them their own. നമ്മൾ ആ കാലഘട്ടം പരിശോധിച്ചാൽ ഇസ്രായേൽ രാജ്യവും ഈജിപ്തും അല്ലെങ്കിൽ മിസ്രയും അശ്ശൂരും, ഈ മൂന്ന് രാജ്യങ്ങൾ ചേർന്ന് യഹൂദ രാജ്യത്തെ ആക്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. And there's some other context we need to know specifically about Judah. യഹൂദയെക്കുറിച്ച് പ്രത്യേകമായ മറ്റൊരു ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്. And we understand this a little bit more when we read about Ahaz's son Hezekiah. ആഹാസിന്റെ മകനായ ഇസക്കിയാവിനെ കുറിച്ച് വായിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. Number one is the worship in the temple of God has completely ceased. ഒന്നാമതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ദൈവാലയത്തിലെ ആരാധന പൂർണ്ണമായി നിന്നുപോയ ആ കാലഘട്ടമായിരുന്നു. And the ministers or the priests who are to be ministering in the temple are not ministering anymore. കർത്താവിനെ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാർ ദൈവാലയത്തെ ശുശ്രൂഷ ചെയ്യാൻ വിമുഖത കാണിക്കുന്ന ഒരു കാലഘട്ടം. The government and the leaders of the land are not following the commands of God. രാജ്യത്തെ ഭരിക്കുന്ന നേതാക്കന്മാർ ദൈവത്തിന്റെ കൽപ്പനകളെ വിട്ടുകളയുന്ന ഒരു കാലഘട്ടം. And because of that, the entire community, the entire nation has left the precepts of God. അതുകൊണ്ട് ആ ഒരു രാജ്യം മുഴുവനും ദൈവത്തിന്റെ വഴിയിൽ നിന്ന് അകന്നുപോയ ഒരു പ്രത്യേക ഇരുണ്ട കാലഘട്ടം. This is the time that King Ahaz comes to reign in ഈ Judah. കാലഘട്ടത്തിലാണ് ആഹാസ് രാജസ്ഥാനത്തേക്ക് വരുന്നത്. But even in that, there's a thing that we need to understand is what we would call favor. We would read and see Ahaz definitely had the favor of God upon him. എന്നാൽ ആ കാലഘട്ടത്തിലും അങ്ങനെ ആയിരിക്കുന്ന സമയത്തും ആഹാസിന് ദൈവത്തിന്റെ പ്രീതി ലഭിച്ചു എന്ന് വായിക്കുന്നു. When we look at 2 Chronicles chapter 28 verse 1, we see Ahaz was 20 years old when he began to reign, and he reigned 16 years in Jerusalem. രണ്ട് ദിനവൃത്താന്തം 28-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ നാം വായിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ആഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 20 വയസ്സായിരുന്നു. അവൻ 16 സംവത്സരം യെരൂശലേമിൽ വാണു. എന്നാൽ തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ യഹോവയ്ക്ക് പ്രസാദമാണ് ചെയ്തില്ല. I'm just going to say this here. As we go along, I've tried to bold any specific text for you guys to follow along.
Okay. I think I spoke last time somewhere, and I had written the Malayalam text out in English. And while I was speaking, I read the verse in Malayalam, and everyone came up after and said, "I didn't know you knew how to read Malayalam." And I said, "No, I don't. I wrote it in English." So before you guys give me more compliments, I didn't do this. My wife sat down with me and helped me with this. So please, I'm not going to take credit for that. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ ഇംഗ്ലീഷ് മലയാളം എഴുതി വായിച്ചപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചു എനിക്ക് മലയാളം വായിക്കാൻ അറിയാമോ. എന്നാൽ അങ്ങനെയല്ല. എന്നാൽ അതിന് പകരം ഇന്ന് എൻ്റെ വൈഫ് ആണ് മലയാളത്തിൽ എനിക്ക് ട്രാൻസ്ലേറ്റ് തന്നത്. എനിക്ക് ക്രെഡിറ്റ് ഇല്ല. So we see here, he reigned for 16 years in Jerusalem. അവിടെ നാം വായിക്കുന്ന ഇങ്ങനെയാണ്, 16 സംവത്സരം അവൻ യെരൂശലേമിൽ രാജാവായി ഭരിച്ചു. We know that after Saul, David comes to reign as king, and after David, we know that it's a kingly lineage. So it's a lineage of kings that comes one after the other. ശൗലിന് ശേഷം ദാവീദ് രാജ്യത്വം ഏൽക്കുന്നു. അതിന് ശേഷം രാജാക്കന്മാരുടെ ഒരു പരമ്പര അവിടെ ഉണ്ടാവുകയാണ്. And so Ahaz is now given this responsibility, and even though he is the next up as an heir to get the throne, he won't get that if God really doesn't want him to do it. So there is a favor of God upon him to give him that throne to reign over Judah. ആഹാസിനെ അവിടെ തനിക്ക് പ്രാഗൽഭ്യമില്ലാത്ത ഒരു സമയത്താണ് താൻ രാജാവായി വരുന്നത്. ദൈവത്തിന്റെ ഒരു പ്രീതി, ദൈവത്തിന്റെ ഒരു പ്രസാദം ലഭിച്ചുകൊണ്ട് മാത്രമാണ് ആഹാസിന് രാജാവാൻ കഴിഞ്ഞത്. There's two texts while we're at it. There's two texts that we're going to jump in back and forth. It's 1 Chronicles chapter 28 and 2 Kings chapter 16. In between these two books is where we find this story, so you can keep those both open. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായവും രണ്ട് ദിനവൃത്താന്തം 28-ാം അധ്യായം, ഈ രണ്ട് അധ്യായങ്ങളിലാണ് ഈ ആഹാസിന്റെ ചരിത്രം കാണുന്നത്. കൊണ്ട് നമുക്ക് ഈ രണ്ട് അധ്യായങ്ങളും എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും. In 2 Kings chapter 16 verse 5, we see there's a particular time where the Rezin king of Syria and Pekah the son of Remaliah, king of Israel, came up to wage war on Jerusalem, and they besieged Ahaz but could not conquer him. അവിടെ നാം വായിക്കുന്നത് അരാം രാജാവ് രസീനും പേക്കഹും യെരൂശലേമിലെ യുദ്ധത്തിന് പുറപ്പെട്ടു, എന്നാൽ അവനെ ജയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് വായിക്കുന്നു. And so we see there's a protection that God's giving to this king. ഈ ആഹാസിന് ദൈവം ഒരു പ്രത്യേക പരിഗണനയും ഒരു ദൈവത്തിന് പരിപാലനം നൽകിയിരുന്ന നാം കാണുന്നുണ്ട്. So we see that definitely there is a reason why he's there, and there's if what we would say the word favor, we throw that around, but he has some favor from God. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ തീർച്ചയായിട്ടുള്ള പ്രസാദവും പ്രീതിയും ആ രാജാവിന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. But come with me to verse 1 of chapter 28 in 2 Chronicles. രണ്ട് ദിനവൃത്താന്തം 28-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു. The Holy Spirit makes sure that he writes it this way. He did not do what was right in the eyes of the Lord as his father David had done. ഇവിടെ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് എഴുതാൻ മറക്കാതെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അതെങ്ങനെയാണ്? എന്നാൽ തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ യഹോവയ്ക്ക് പ്രസാദമുള്ളത് അവൻ ചെയ്തില്ല. It's so interesting because when you look at chapter 27 about Ahaz's father, it says in verse 2, he did what was right in the eyes of the Lord according to all that his father Uzziah had done. 27-ാം അധ്യായത്തിൽ വരുമ്പോൾ തൻ്റെ പിതാവായ യോഥാമിന് അല്ലെങ്കിൽ തൻ്റെ പിതാവിൻ്റെ വഴിയിൽ തന്നെ നടന്നു എന്ന് വായിക്കുന്നുണ്ട്. But his father, it's written that his father did what his father did. But why is it that Ahaz didn't do right in the eyes of God according to David? Why is David the example given here? ഇവിടെ തന്റെ പിതാവിനെ കുറിച്ച് പറയുമ്പോൾ അവന്റെ പിതാവ് ചെയ്ത യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തതുപോലെ താൻ ചെയ്തത് പറയുമ്പോൾ എന്തുകൊണ്ട് യോദ്ധാവിനെ ഇവിടെ അഹാസിനെ കുറിച്ച് പറയുമ്പോൾ തന്റെ പിതാവ് ദാവീദ് ചെയ്തതുപോലെ യഹോവയുടെ വഴി നടന്നില്ല എന്ന് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു. When we get later in this story, we'll see why I think that David is given here, but the Holy Spirit wants us to see that the standard given to King Ahaz was King David. അതിനെക്കുറിച്ച് ഞാൻ പിന്നത്തിൽ വരുന്നുണ്ട്. എന്നാൽ ഇവിടെ എനിക്ക് മനസ്സിലാക്കിയത്, ദൈവാത്മാവ് മനസ്സിലാക്കി തന്ന കാര്യം, ദാവീദ് എന്ന ആ രാജാവാണ് രാജാക്കന്മാർക്ക് ഒരു മാതൃകയായി ദൈവം അവിടെ വെച്ചിരുന്നത്. The standard given to Ahaz was not his father. ആഹാസിന് തന്റെ പിതാവിന്റെ ഒരു മാതൃക ആയിരുന്നില്ല ദൈവം വെച്ചിരുന്ന മാതൃക. The standard was King David. എന്നാൽ ദൈവം വെച്ചിരുന്ന മാതൃക രാജാവായ ദാവീദായിരുന്നു. Remember, Saul was anointed by the people, was anointed by God when the people asked for him to be their king. Remember that. ദൈവജനം നമുക്ക് രാജാവിനെ ആവശ്യപ്പെട്ടപ്പോഴാണ് ദൈവം ശൗലിനെ അഭിഷേകം ചെയ്ത് രാജാവാക്കി നമുക്കറിയാം. But David was chosen and anointed by God.
എന്നാൽ ദാവീദിനെ അങ്ങനെയല്ല. ദൈവത്താൽ അഭിഷിക്തനായി രാജസ്ഥാനത്ത് വന്ന വ്യക്തിയാണ്. We read that he was a man after God's own heart. നാം വായിക്കുന്നു ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണെന്ന് വായിക്കുന്നു. And I want to give you two scriptures as to why I think God says to Ahaz, David is your standard. ദാവീദാണ് നിന്റെ മാതൃക എന്നുള്ളതിന് രണ്ട് വേദഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. In Acts chapter 13 verse 36, അപ്പോസ്തലപ്രവൃത്തി 13:36 ഇങ്ങനെ വായിക്കുന്നു. we see for David, after he served the purpose of God in his own generation, fell asleep and was laid with his fathers and saw corruption. ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന് ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ച് തന്റെ പിതാക്കന്മാരോട് ചേർന്ന് ദൈവത്വം കണ്ടു എന്ന് വായിക്കുന്നു. Whatever we feel about David and however we feel about David, the word of God says that he did the purpose of God in his own generation. നമ്മൾ ദാവീദിനെ കുറിച്ച് എന്തെല്ലാം ചിന്തിച്ചാലും എങ്ങനെയെങ്കിലും നമ്മൾ മനസ്സിലാക്കിയാലും ദൈവത്തിന്റെ വചനം പറയുന്നു ദാവീദ് തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു എന്ന്. And in Psalms chapter 27 verse 4, സങ്കീർത്തനം 24:4 വാക്യത്തിൽ ഇങ്ങനെ നാം കാണുന്നു. this is what David says about the temple of God. ദാവീദ് തന്റെ ദൈവാലയത്തെ കുറിച്ച് ഇങ്ങനെയാണ് താൻ പറഞ്ഞത്. One thing I have desired of the Lord, that I will seek after, that I might dwell in the house of the Lord all the days of my life, to behold the beauty of the Lord and to inquire in his temple. ഞാൻ ഒരു കാര്യം ആഗ്രഹിക്കുന്നു, അത് യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടെന്ന് തന്നെ. അതായിരുന്നു ദാവീദിന്റെ ആഗ്രഹം. David had a desire that the temple of God should look like this. ദാവീദിന്റെ ഹൃദയത്തിൽ ആലയം ഇങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. A place where the people of God can come together and meet their God, and the presence of God would come down in their midst. ദൈവത്തിന്റെ സഭയിൽ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം വാസ്തവത്തിൽ അനുഭവിക്കുന്ന ഒരു സ്ഥലം, അതാണ് ആലയത്തെക്കുറിച്ച് ദാവീദിന്റെ കൺസെപ്റ്റ്. And Ahaz had this example for his reign. തന്റെ ജീവിതകാലത്ത് തന്റെ വാഴ്ചയിലും ഇതേ മാതൃകയാണ് ദൈവം പിന്തുടരുവാനായിട്ട് ആഹാസിനോട് ദൈവം പറഞ്ഞിരുന്നത്. This is the standard and the guideline that Ahaz had before him. തന്റെ മുമ്പിലുള്ള നിയുക്തമായ വഴികൾ ഇതായിരുന്നു. And brothers and sisters, as New Testament believers, today we have to understand that our standard that is given to us is none other than Jesus himself. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പുതിയ നിയമ വിശ്വാസികളായ ദൈവമക്കളോട് എനിക്ക് പറയാനുള്ള നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന നമ്മുടെ മാതൃകാ പുരുഷൻ മറ്റാരുമല്ല, യേശു ക്രിസ്തുവാണ്. We can look at people and we can admire people and we can say, I want to be like that person. That is a good thing. നമുക്ക് മറ്റുള്ളവരെ നോക്കാൻ കഴിയും, അവരുടെ നല്ല ഗുണങ്ങൾ അനുകരിക്കാൻ കഴിയും, അവരെക്കുറിച്ച് നല്ല മനുഷ്യനാണ്, എനിക്ക് അതുപോലെ ആകണം എന്നൊക്കെ പറയാൻ കഴിയും. എന്നാൽ അതല്ല നമ്മുടെ സ്റ്റാൻഡേർഡ്. But there's two reasons when we keep people as our standard, or we look up to people as our example. There's two problems that take place. മനുഷ്യരെ നമ്മൾ നമ്മുടെ മാതൃകാ പുരുഷന്മാരാക്കിയാൽ രണ്ട് പ്രധാന പ്രശ്നങ്ങൾ അവിടെയുണ്ട്. Number one is even the greatest person that we know will fail. ഒന്നാമതായിട്ട് നമ്മൾ ഏറ്റവും പ്രമുഖ വ്യക്തി എന്ന് ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തി പോലും പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. Even the people we admire the most, even the greatest people we can think of in our minds, they will fail. ഏത് പ്രശസ്തനായ വ്യക്തി നാം ചിന്തിക്കുന്ന വ്യക്തിക്കും പരാജയം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. And oftentimes we get discouraged because we put our standard, our example, our whole heart and trust in people, and when they don't live up to it, we get discouraged. നാം പലപ്പോഴും നാം പ്രതീക്ഷ വെച്ചിരിക്കുന്ന മാതൃകാ പുരുഷന്മാരെന്ന് കാണുന്ന ചില ദൈവദാസന്മാരായിക്കോട്ടെ വ്യക്തികളായിക്കോട്ടെ അവരുടെ ജീവിതത്തിൽ പരാജയം നേടുമ്പോൾ നാം പലപ്പോഴും നിരാശപ്പെട്ടു പോകാറുണ്ട്. I talk to young people all the time who are so discouraged about their church, they want to leave, or they are so discouraged about their parents, and it's these small things that come up because they kept their church or their parents or their pastors at this high standard that they said, this is my standard, and when they didn't live up to it or when they discouraged them, they completely fell apart, don't know what to do. ഞാൻ പലപ്പോഴും യൗവനക്കാരോട് സംസാരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ മാതൃകാ പുരുഷന്മാരായിട്ട് കണ്ടിരിക്കുന്ന അവരുടെ മാതാപിതാക്കളോ ദൈവദാസന്മാരോ ഒക്കെ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് അവർ മനമെടുത്തവരാ ഇനിയും ചർച്ചിൽ സഭയിൽ പോകണ്ട എന്നുള്ള ചിന്തയിൽ അവർ നിരാശപ്പെടുന്ന ഒരു അവസ്ഥ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. Honestly, you don't know that the next time you look at your phone, what other mega church pastor is going to be caught in sin. നമുക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമ്മുടെ ന്യൂസ് മീഡിയയിൽ നമ്മുടെ ഫോണിൽ നോക്കുമ്പോൾ ഏത് വില്ലേജ് ചർച്ചിൽ ഏത് പാസ്റ്ററാണ് അടുത്തായിട്ട് വീഴാൻ പോകുന്നത് എന്നുള്ള ഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. And so we get so discouraged because our standard isn't Jesus, it's human beings that are fallible. നാം പലപ്പോഴും അങ്ങനെ നിരാശപ്പെടുന്നതിന് കാരണം നമ്മുടെ മാതൃകാ പുരുഷന്മാരായിട്ട് നാം കണ്ടിരിക്കുന്നത് യേശുക്രിസ്തു അല്ല, അതിന് പകരം മറ്റുള്ള നേതാക്കന്മാരും പാസ്റ്റർമാരും ആയതുകൊണ്ടാണ്. And the second thing that happens when we
keep people as our standard or compare ourselves to people. രണ്ടാമത് മറ്റുള്ളവരെ നാം കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് രണ്ടാമത്തെ വിഷയം പ്രശ്നം എന്ന് പറയുന്നത് we're going to become very quickly self-righteous and justify ourselves on the basis of that person. നാം പലപ്പോഴും മറ്റുള്ളവരെ താരതമ്യം ചെയ്യുമ്പോൾ നാം നമ്മെ തന്നെ നീതീകരിക്കപ്പെടാനായിട്ട് സാധ്യത വളരെ കൂടുതലുണ്ട്. This happens a lot where you right now you guys are hearing me speak and you're hearing me preach and you're hearing the word of God, and maybe there's some of you right now who are thinking in your mind, yeah, that's really good, that person should have heard this, or that person, I hope they're paying attention, they really need this more than me. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ വചനം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ചിന്ത നല്ല പ്രസംഗമാണ്, ആ സഹോദരൻ അത് കേൾക്കട്ടെ, അവളത് കേൾക്കട്ടെ, അവനത് കേൾക്കട്ടെ എന്ന് നാം പറയാൻ ഹൃദയത്തിൽ ചിന്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. Or when the Holy Spirit convicts us of sin in our life, we often say, well, at least I'm not as bad as that person, you should see that person. നാം പലപ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പാപബോധം വരുത്തുമ്പോൾ നാം പലപ്പോഴും ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്ത, ഞാൻ അത്ര കുഴപ്പക്കാരനൊന്നുമില്ല, ആ സഹോദരനോ ആ സഹോദരിയോ അത് കേൾക്കട്ടെ എന്ന് ചിന്തിക്കാനുള്ള ഒരു വലിയ പ്രവണത നമ്മുടെ ഹൃദയത്തിൽ. And so we set ourselves as the standard and we justify ourselves on the basis of how much better we are than another person. നാം നമ്മെ തന്നെ ഒരു മാതൃകയായിട്ട് നാം എടുത്തിട്ട് മറ്റുള്ളവരെക്കാൾ ഞാൻ എത്രമാത്രം ശ്രേഷ്ഠനാണെന്നുള്ള ചിന്ത ഹൃദയത്തിൽ വന്നിട്ട് സ്വയം നീതീകരണത്തിലേക്ക് വീഴാനായിട്ടുള്ള വലിയ ഒരു കണി ഇവിടെയുണ്ട്. But the brothers and sisters, the Holy Spirit is reminding us that Jesus can only be our perfect example and our perfect standard. He is the only person that will never fail and never discourage us. And whenever we are convicted of our sin and we look at Jesus, we will always find ways that we need to repent and come closer to Him. യേശുവിനെ നോക്കുമ്പോൾ നമുക്ക് പാപക്ഷമ ഉണ്ടാകുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകാനുള്ള വലിയ വഴി അവിടെയുണ്ട്. The writer of Hebrews says we are surrounded by such a great cloud of witnesses. സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. But your call is that you have to lay aside sin and wait in your life. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന നമ്മുടെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. And it's great that these people are running with you. It's great that these witnesses are there. It's great that these people are running with you. But the call is look to Jesus, the founder and perfecter of your faith. നമ്മുടെ കൂടെ ഒത്തിരി പേര് ഓടുന്നത് നല്ലതാണ്. നമ്മുടെ അടുത്തും ഇടത്തും വലത്തും നമ്മുടെ കൂടെ സഹോദരന്മാരുള്ളത് നല്ലതാണ്. അവരുടെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത ഇതായിരിക്കണം, എൻ്റെ കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് ഓടുക. In 2 Corinthians chapter 2 verse 15. 2 കൊരിന്ത്യർ 2 അധ്യായത്തിന്റെ 15 വാക്യം ഇങ്ങനെ വായിക്കുന്നു. Paul says to the church in Corinth, we are the aroma of Christ to God among those who are being saved and among those who are perishing. ഹല്ലേലൂയ. ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, നാം രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ സ്വരൂപവാസനയാകുന്നു. When you live your life every single day, it gives off an aroma. നമ്മുടെ ജീവിതം ദൈവത്തിന് എല്ലാ ദിവസവും ദൈവത്തിന് സ്വരൂപവാസനയായി തീരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. And that aroma rises up to the throne of God. ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് ഉയർന്ന ഒരു സ്വരൂപവാസനയായി ഇതിന്റെ ജീവിതം തീരട്ടെ. And so when God smells that aroma, what is the smell that He smells? ദൈവ സിംഹാസനത്തിൽ നമ്മുടെ സ്വരൂപവാസന ദൈവം മണക്കുമ്പോൾ എന്താണ് ദൈവം മനസ്സിലാക്കേണ്ടത്? The Holy Spirit is asking us to live in such a way that aroma smells like Jesus Christ. പരിശുദ്ധാത്മാവ് നമ്മളെ വ്യക്തമാക്കുന്ന കാര്യം ആ സ്വരൂപവാസന യേശുവിന്റെ അതേ മണമായിരിക്കണം. It is good to look up to people, it's good to follow people, but our standard of living should always be Jesus. മറ്റുള്ളവരെ നോക്കുന്നത് നല്ലതാണ്, മറ്റുള്ളവരെ ഫോളോ ചെയ്യുന്നത് നല്ലതാണ്, എന്നാൽ നമ്മുടെ മാതൃകാ പുരുഷൻ യേശു ക്രിസ്തു മാത്രമാണ്. King Ahaz, it is true your father was a king, your grandfather was a king, but your standard is much higher. ആഹാസിനെ കുറിച്ച് പറയുന്നത് നിന്റെ രാജാവ് നിന്റെ പിതാവിന്റെ പിതാവും രാജാവായ നിന്റെ വഴി നടന്നതാണ്, എന്നാൽ നിന്റെ മാതൃകാ പുരുഷൻ ദൈവം തന്നിരിക്കുന്ന മാതൃകാ പുരുഷൻ ദാവീദ് എന്ന രാജാവാണ്. What did Ahaz do? ആഹാസ് എന്ത് ചെയ്തു നമുക്ക് വായിക്കാൻ കഴിയുന്നത്? There's 6 things that we're going to go through, time permitting. ഇവിടെ ആഹാസ് ചെയ്ത 6 കാര്യങ്ങളെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. 3 of them are going to be general failures that happened in his life. 3 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ന്യായമായ പരാജയങ്ങളാണ്. And 3 of them are very specific to the temple of God. എന്നാൽ 3 എണ്ണം ദൈവാലയത്തെക്കുറിച്ചുള്ള വിധത്തിൽ ഉള്ള വിഷയത്തിലാണ്. Let's look at number 1, 2 Chronicles 28 verse 2.
രണ്ട് ദിനവൃത്താന്തം 22 രണ്ടാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. But he walked in the ways of the kings of Israel. He even made metal images for Baals. അവൻ്റെ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്ന് ദൈവത്തിന് മറ്റുള്ള ദൈവങ്ങളെ ഉണ്ടാക്കി. Remember, his standard was higher, but the word of God says he walked in the ways of the kings of Israel. ഇവിടെ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടക്കാനായിട്ടല്ല അവനുള്ള സ്റ്റാൻഡേർഡ്, എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു. So number one, his first failure is he did not separate himself unto God. ഒന്നാമതായിട്ടുള്ള അവന്റെ പരാജയം, ആഹാസ് തന്നെ ദൈവത്തിന് വേണ്ടി വേർതിരിച്ചില്ല. He did not understand the calling of God and consecrate himself to God, but rather he consecrated himself to the world. തനിക്കുള്ള വിളിയെക്കുറിച്ച് വേണ്ടപോലെ മനസ്സിലാക്കി ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടാൻ കഴിയാതെ വണ്ണം മറ്റുള്ള ഇസ്രായേൽ രാജാക്കന്മാരെ പോലെ ആകുവാനായിട്ട് അവൻ ആഗ്രഹിച്ചു. Keep that in mind as we go to number 2. രണ്ടാമത്തെ കാര്യം കാണുമ്പോൾ ഇത് നമ്മുടെ മനസ്സിൽ വെക്കുക. Verse 2 says he even made metal images for Baals. രണ്ടാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, ബാലിന് ഇസ്രായേൽ രാജാക്കന്മാർ വഴിയിൽ നടന്നു ബാൽ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി. In verse 3 we don't have to go through it, but we see he offered sacrifices to other gods. അതിന്റെ മൂന്നാം വാക്യത്തിന്റെ അവസാന ഭാഗം തന്റെ പുത്രന്മാരെ അഗ്നിപ്രവേശനം ചെയ്യിപ്പിക്കുകയും ചെയ്തു. And he sacrificed in verse 4 made offerings in high places. അവൻ പൂജാഗിരികളിൽ ഓരോ പച്ചവൃക്ഷത്തിന്റെ കീഴിൽ ബലി കഴിച്ച് ധൂപം കാട്ടിയും വന്നു എന്ന് എഴുതിയിരിക്കുന്നു. And here's where we fall into certain mistakes. ഇവിടെയാണ് നാം പലപ്പോഴും ഒരു പ്രത്യേകമായ കുഴപ്പത്തിൽ ചെന്ന് ചാടാനുള്ളത്. For some reason, when it comes to this topic of idolatry, none of us can connect to it. Anytime this idolatry topic is talked about, we fold our hands and we say, this has nothing to do with us, obviously. We'll wait for the next point. അന്യദൈവങ്ങളെക്കുറിച്ചോ വിഗ്രഹാരാധനയെക്കുറിച്ചോ നാം കേൾക്കുമ്പോൾ നാം പലപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് ബാധകമുള്ള കാര്യങ്ങളെ ഞാൻ അന്യദൈവങ്ങളെ സേവിക്കുന്നില്ലല്ലോ. But brothers and sisters, we have to understand, specifically when it comes to the temple of God and worship, God really wants us to see certain things in the Old Testament. നമ്മൾ എൻ്റെ പ്രിയ സഹോദരന്മാരെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളായിരിക്കുമ്പോൾ നാം ചിന്തിക്കുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ ആരാധനയെ സംബന്ധിച്ച പഴയ നിയമത്തിലെ ചില കാര്യങ്ങൾ ദൈവം വ്യക്തമായിട്ട് നമുക്ക് വരച്ച് കാട്ടിയിട്ടുണ്ട്. അത് ചിന്തിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. This was a question I had once, and I was thinking about it for a while, and there was a servant of God who explained this a little better to me. എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് നാളുണ്ടായിരുന്ന ഒരു ചിന്ത ഇതായിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദൈവദാസൻ എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് എന്നെ മനസ്സിലാക്കി തന്നത് ഇങ്ങനെയാണ്. All of you, most of you in this room were born probably into a Christian Pentecostal home. നമ്മൾ ഇവിടെ ഇരിക്കുന്ന മിക്കവാറും പേര് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ അല്ലെങ്കിൽ പെന്തക്കോസ്തൽ ഫാമിലിയിൽ ജനിച്ചു വളർന്നവരാണ്. And at some point you believed in Jesus, you heard the gospel, and you put your faith in Jesus. പ്രത്യേക കാലഘട്ടം വന്നപ്പോൾ നമ്മൾ കർത്താവിന്റെ സുവിശേഷം കേട്ടു, കർത്താവിനെ അംഗീകരിക്കുന്നു, രക്ഷിക്കപ്പെടുന്നു, കർത്താവിന്റെ കൃപയിൽ വരുന്നു. Does anybody here remember at any point in their life that you were an enemy of God? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും നിങ്ങൾ ഏതെങ്കിലും സമയത്ത് ദൈവത്തിന്റെ ശത്രുവായി നടന്ന കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാൻ കഴിയുന്നുണ്ടോ? Do you remember any time in your life where you hated God? ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ദൈവത്തെ വെറുത്തിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് നാം ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? That's what the Bible says. Before we were believers and born again, we were enemies of God and hated God. ഇതാണ് ദൈവത്തിന്റെ വചനം ഇങ്ങനെയല്ല പറയും. ദൈവത്തെ അറിയുന്നതിന് മുമ്പ് നാം ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു, ദൈവത്തിന്റെ വിരോധികളായിരുന്നു എന്ന് വായിക്കുന്നു. And the problem why we can't really understand when we think back into our life about if we hated God or were enemies of God is because we don't really know how to define sin properly. നമ്മൾ ദൈവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ശത്രുവാണോ ആയി നമ്മൾ നടന്നതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റാത്തതിന് കാരണം പാപത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്ക് ഇല്ലാഞ്ഞതുകൊണ്ടാണ്. Look at Romans chapter 1 verse 21 to 23 with me. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ നമുക്ക് ഒന്നിച്ച് വായിക്കാം. Paul is talking about everyone. Paul is talking about everyone who they were before they were a child of God. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ എല്ലാവരെക്കുറിച്ചുമാണ് പറയുന്നത്. ദൈവത്തിന്റെ വഴിയിൽ വരുന്നതിന് മുമ്പ് ആയിരുന്ന എല്ലാവരെക്കുറിച്ചും പറയുകയാണ്. Look at this. For although they knew God, they did not honor him as God or give thanks to him. ഇവിടെ എങ്ങനെയാണ് കാണുന്നത്? അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ വ്യർത്ഥരായി തീർന്നു. Jump to verse 23. 23 ഇങ്ങനെ വായിക്കുന്നു. We see, and they exchanged the glory of the immortal God for images resembling mortal men, birds, animals, and creeping things. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി
ഇഴജാതി എന്നിവയുടെ സാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. So sin here is the essence of sin is taking the glory that should go to God and giving it to something else. ഇവിടുത്തെ പാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കേണ്ട മുഴുവൻ മഹത്വവും കൊടുക്കാതെ അത് വലിച്ചു മാറ്റിയിട്ട് മറ്റുള്ള പലതിനുമേക്കും മഹത്വം കൊടുക്കുന്ന ആ പാപം. So let's give a definition to worship for a moment. ഇന്ന് നിമിഷത്തേക്ക് ദൈവ ആരാധന എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു നിർവചനം കണ്ടെത്താൻ കഴിയുമോ? I believe through the word of God that worship is giving the attention of our mind and the affection in our heart to God. ആരാധന എന്നുള്ള എൻ്റെ ഹൃദയത്തിലെ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധ മുഴുവനും ദൈവത്തിന് കൊടുക്കും, അതുപോലെ നമ്മുടെ സ്നേഹം മുഴുവനും ദൈവത്തിലേക്ക് അർപ്പിക്കുന്ന പ്രത്യേക അവസ്ഥയ്ക്കാണ് ആരാധന എന്ന് പറയുന്നത്. Remember, God says to love him with all your heart, soul and mind. കർത്താവ് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും എന്നെ സ്നേഹിക്കണമെന്ന് കർത്താവ് പറഞ്ഞു ഓർക്കുന്നില്ലേ? And here's the reality. Every single human being is a worshiper. Not just Christians, everybody is a worshiper. വാസ്തവമായിട്ട് നമ്മൾ നോക്കിയാൽ ക്രിസ്ത്യാനികൾ ദൈവമക്കൾ മാത്രമല്ല, എല്ലാ വ്യക്തികളും ഒരു ആരാധനക്കാരാണ്. What you give your attention to and what you give your affection to is what you worship. നമ്മുടെ ജീവിതത്തിൽ നീ കൊടുക്കുന്ന ശ്രദ്ധ കൊടുക്കുന്ന ഏതോ, നിന്റെ സ്നേഹം നീ കൊടുക്കുന്ന ഏതോ അതിനെ നാം ആരാധിക്കുന്നവരാണ്. So ask yourself this morning, what can I honestly say is the center of my attention? What is the center of my affection? ഇതുപോലെ ആരാധന വന്നിരിക്കുന്ന നമുക്ക് ആത്മാർത്ഥമായി നമ്മളോട് ചോദിക്കാൻ കഴിയും, എൻ്റെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ ശ്രദ്ധ ഞാൻ ആർക്ക് കൊടുക്കുന്നു, എൻ്റെ ഏറ്റവും വലിയ സ്നേഹം ഞാൻ ആർക്ക് കൊടുക്കുന്നു? And if the answer is not Jesus, then we are guilty of idolatry by exchanging the glory that is due to God and giving it to something else. ആ ചോദ്യത്തിന്റെ ഉത്തരം യേശുക്രിസ്തു അല്ല എന്നെങ്കിൽ, അങ്ങനെയെങ്കിൽ റോമാലേഖനത്തിൽ വായിക്കുന്ന പോലെ ദൈവത്തിന്റെ മഹത്വം നാം മറ്റുള്ളവർക്ക് കൊടുത്തതിൽ പാപം ചെയ്ത വ്യക്തികളാണ് നാം ഓരോരുത്തരും. And so you and I might ask, okay, then should we not care about anything else? അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, അപ്പോൾ നമ്മൾ മറ്റൊന്നിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടോ ഒന്നും നമ്മളൊന്നും അതിനെക്കുറിച്ച് വറിയേണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. Should I not care about my parents? Should I not care about my job? Should I not care about ministry? എൻ്റെ മാതാപിതാക്കളെ കുറിച്ചോ ജോലിയെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ ഒന്നും നാം ശ്രദ്ധിക്കേണ്ട കാര്യമില്ലയോ എന്ന് നാം ചിന്തിക്കാറുണ്ട്. So here's how we understand that my attention and my affection for my parents should never be higher than it is for God. ഇവിടെ ചിന്തിക്കേണ്ട കാര്യം, എൻ്റെ ശ്രദ്ധ എൻ്റെ പേരൻസിനേക്കാൾ ഉപരിയായിട്ട് ഒരിക്കലും ദൈവത്തെക്കാൾ ഉപരിയായി പേരൻസിന് കൊടുക്കാൻ പാടില്ല. But what happens is when your attention and your affection is set on God, what happens in your life is you want to obey the command to love and honor your parents. ഇവിടെ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ദൈവത്തിന് കൊടുക്കുമ്പോൾ, നമ്മളുടെ മുഴുവൻ ആശ്രയവും അല്ലെങ്കിൽ നമ്മുടെ മുഴുവൻ സ്നേഹവും കർത്താവിന് കൊടുക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മാതാപിതാക്കളിലേക്ക് സ്നേഹിക്കാനുള്ള ആ പ്രത്യേക അവസരത്തിലേക്ക് നമ്മളെ ദൈവം ഉയർത്തുകയാണ്. Your attention and your affection for your job should never be higher than it is for God, but when it is given to God, you will start to see that you want to do your job to the best of your ability so you can give glory to God through your job. നമ്മുടെ ജീവിതത്തിലെ ശ്രദ്ധയും സ്നേഹവും ദൈവത്തിന് ഉപരിയായി ജോലി കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിന് അങ്ങനെ നമ്മുടെ ശ്രദ്ധയും സ്നേഹം കൊടുക്കുന്നെങ്കിൽ നമ്മുടെ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്ത് അതിലൂടെ ദൈവത്തിന് നാമം മഹത്വപ്പെടണമെന്നുള്ള ചിന്ത കൊണ്ട് ആത്മാർത്ഥമായി ജോലി ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. Your attention, your affection should never be higher for your ministry. And this is important for young people. Your attention, your affection should never be higher for ministry than it is for God. But when you set your affection and your attention on God, you will take your ministry and say, God, I want to use my talents and my gifts however I can for the glory and the kingdom of God. നമ്മുടെ യൗവനക്കാരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതാണ്. നമ്മുടെ ശ്രദ്ധയും സ്നേഹവും എല്ലാം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിലോ അല്ലെങ്കിൽ എന്ത് കഴിവുകളിലോ നാം കൊടുക്കാതെ ദൈവത്തിന് കൊടുക്കണമെന്നാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ദൈവത്തിന് കൊടുത്താൽ നമ്മുടെ ശുശ്രൂഷയും നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ശ്രദ്ധയും സ്നേഹമെല്ലാം വർദ്ധിച്ചു വരുന്നത് ദൈവനാമത്തിന് മഹത്വത്തിനായി തീരണമെന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കുമ്പോൾ അവിടെ ദൈവനാമം മഹത്വപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ മഹത്തരമായി ചെയ്യുവാൻ കഴിയുകയാണ്. So number 2, his worship went to other gods. King Ahaz's worship went to other gods. ആഹാസിന്റെ രണ്ടാമത്തെ പരാജയം, അവന്റെ ആരാധന മറ്റെവിടെയോ മാറ്റപ്പെട്ടു. Number 3, what happens, we'll read about it, is the king of Israel and the king of Syria came to conquer Judah. They came and waged war against Judah. മൂന്നാമത്തെ കാര്യം നമ്മൾ കാണുമ്പോൾ സിറിയയിലെ രാജാവും ആഹാസിനെതിരെ യുദ്ധത്തിനായിട്ട് വരികയാണ്.
In 2 Kings chapter 16 verse 7, 2 രാജാക്കന്മാരുടെ പുസ്തകം 16:7 ഇങ്ങനെ വായിക്കുന്നു. Ahaz sent messengers after this happened to Tilgath-Pileser, king of Assyria, saying, I am your servant and your son. Come up and rescue me from the hand of the king of Syria and from the hand of the king of Israel who are attacking me. ഇവിടെ ആഹാസ് അശ്ശൂർ രാജാവ് തിഗ്ലത്ത്-പിലേസറിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഞാൻ നിന്റെ ദാസനും നിന്റെ പുത്രനുമാവുന്നു. നീ വന്ന് എന്നോട് എതിർത്തിരിക്കുന്ന ആരാം രാജാവിന്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ രാജാവിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറയുകയാണ്. We see now in his moment of distress, he is putting his trust in the world. അവന്റെ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ അവൻ ലോകത്തിൽ അവൻ ആശ്രയം വെക്കുകയാണ്. And because he never separated himself to God, അവൻ ദൈവത്തിന് വേണ്ടി തന്നെ വേർതിരിച്ച് മാറ്റാഞ്ഞതിനാൽ, because his affection and his attention didn't go to God, അവന്റെ ശ്രദ്ധ മുഴുവനും അവന്റെ സ്നേഹം മുഴുവൻ ദൈവത്തിലേക്ക് അവൻ കൊടുക്കാഞ്ഞതിനാൽ, his trust in his life, he gave that also to the world. അവന്റെ ആശ്രയവും ലോകത്തിൽ വെക്കാൻ അവൻ ഇവിടെ വ്യഗ്രതപ്പെടുകയാണ്. It's amazing, as a king of Israel, how much history he should know. ഒരു ഇസ്രായേൽ രാജാവ് എന്ന നിലയ്ക്ക് എന്തുമാത്രം ചരിത്രം അവൻ അറിയേണ്ടവനാണ്. How much of the provision and protection of God he should already know about. അവൻ ദൈവത്തിന്റെ പരിപാലനവും ദൈവത്തിന്റെ സ്നേഹവും എന്തുമാത്രം അനുഭവിച്ചവനാണ്. He has heard so much and knows so much about how God has raised kings and led them victoriously. ദൈവം രാജാക്കന്മാരെ ഉണർത്തി എഴുന്നേൽപ്പിച്ചതും അവരെ വിജയിപ്പിച്ചതൊക്കെ വളരെ ശ്രദ്ധാപൂർവമായി അവൻ പഠിച്ചിരിക്കേണ്ട വ്യക്തിയാണ്. But he is so disconnected from God now that in his moment of distress, he doesn't even look to God. He looks to the king of Assyria. അവൻ ദൈവത്തിൽ നിന്ന് ഒരുപാട് വേർതിരിക്കപ്പെട്ടതുകൊണ്ട് മാറ്റപ്പെട്ട അവസ്ഥയായിരുന്നതുകൊണ്ട് അവന് പ്രയാസഘട്ടം വന്നപ്പോൾ അവൻ ദൈവത്തിൽ ആശ്രയിക്കാതെ ലോക രാജാക്കന്മാരിലേക്ക് അവൻ ആശ്രയം വെക്കുകയാണ്. If he had understood the standard that God had called him to, ദൈവം അവനെ വിളിച്ചിരിക്കുന്ന ആ പ്രത്യേകമായ ആ പരിധിയെക്കുറിച്ച് അവൻ അറിഞ്ഞിരുന്നെങ്കിൽ, if he had given his worship to God, ദൈവത്തിന് ആരാധന കൊടുക്കുന്നതായിരുന്നെങ്കിൽ, then in this moment of distress, the first thing he would have said is, God, I need your help. ഈ പ്രത്യേക പ്രതിസന്ധി ഘട്ടത്തിൽ അവൻ ഒന്നാമതായിട്ട് ചെന്ന് ദൈവത്തെ വിളിച്ച് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എനിക്ക് അങ്ങേ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞേനെ. But instead King Ahaz looks to the king of Assyria and says, would you help me? എന്നാൽ അശ്ശൂർ രാജാവിലേക്ക് അവൻ ആശ്രയം വെക്കുകയാണ്. Separation and worship are most evident, brothers and sisters, in our response to difficult circumstances. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ആരാധന വളരെ പ്രാധാന്യം അർപ്പിക്കുന്ന കാര്യമാണ്. It is often in our most troubling situations that we see who our worship is really for. നമ്മളെ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ആരെയാണ് യഥാർത്ഥമായിട്ട് ആരാധിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കപ്പെടുന്നത്. It is when we are literally most squeezed in our life that what's inside of us will come out. ജീവിതത്തിൽ നാം വളരെയധികം ഞെരുക്കപ്പെടുമ്പോഴാണ്, നമ്മളെ ഒരു ഞെക്കുന്ന അവസ്ഥ വരുമ്പോഴാണ് എന്താണ് നമ്മളിൽ പുറത്തു വരുന്നതെന്ന് അറിയാൻ കഴിയുന്നത്. Number 4, now we're going to go specifically to the temple, and as we go into the temple, I want each and every one of us to understand ourselves as the New Testament temple of God. നാലാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവൻ ആലയത്തെക്കുറിച്ചുള്ള ബന്ധത്തിലുള്ള അവൻ്റെ പരാജയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പുതിയ വിശ്വാസികളായ നമ്മളെ ഓരോരുത്തരെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന ആ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് അല്പസമയം നമ്മൾ എടുക്കണം. And I want to understand us as a church as the temple of God. നാം അറിയാവുന്നതുപോലെ നാം ഓരോരുത്തരും ദൈവത്തിന്റെ ആലയമാണല്ലോ. 2 Kings chapter 16 verse 8 to 9. 2 രാജാക്കന്മാരുടെ പുസ്തകം 16:8 ഇങ്ങനെ വായിക്കുന്നു. Pay close attention. Ahaz took the silver and the gold that was found in the house of the Lord and in the treasures of the king's house and sent a present to the king of Assyria. 8 ഇങ്ങനെ വായിക്കും. അതിനായിട്ട് ആഹാസ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരങ്ങളിലും കണ്ട വെള്ളിയും പൊന്നും എടുത്ത് അശ്ശൂർ രാജാവിന് സമ്മാനമായി കൊടുത്തയച്ചു. And the king of Assyria listened to him. The king of Assyria marched up against Damascus and took it, carrying its people captive to Kir, and he killed Rezin. അശ്ശൂർ രാജാവിന്റെ അപേക്ഷ കേട്ടു. അശ്ശൂർ രാജാവ് ദമ്മേശേക്കിലേക്ക് ചെന്ന് അതിനെ പിടിച്ചു. അതിലെ നിവാസികളെ കീരിലേക്ക് ബദ്ധരായി കൊണ്ടുപോയി രസീനെ കൊന്നുകളഞ്ഞു. He wanted the help of the king of Assyria. അശ്ശൂർ രാജാവിന്റെ സഹായം ആഹാസ് ആവശ്യപ്പെടുകയാണ്. He wanted the pleasure of the king of Assyria. അശ്ശൂർ രാജാവിന്റെ സന്മുഖം അവന്റേതായ സന്തോഷം അവൻ ആഗ്രഹിക്കുകയാണ്. As we say, he wanted the king of Assyria in his pocket. അശ്ശൂർ രാജാവിനെ അവന്റെ കൂടെ നിർത്തിയതുകൊണ്ട്
He wanted to keep a king of Assyria in his pocket. He wanted to use the king of Assyria. അശ്ശൂർ രാജാവിനെ അവന്റെ പ്രത്യേക ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് അവന്റെ പോക്കറ്റിലാക്കുവാൻ പരിശ്രമിച്ചതിനാൽ, And what happened is, to please the world, he compromised the integrity of the temple of God. ദൈവത്തിന്റെ ആലയത്തിന്റെ മഹത്വം, ലോകത്തെ പ്രസാദിപ്പാനായിട്ട് ദൈവമഹത്വം അവന് വിട്ടുവീഴ്ച ചെയ്യേണ്ടതായിട്ട് വന്നു. He took that which belonged to the temple of God and gave it to him. ദൈവത്തിന്റെ ആലയത്തിൽ വേണ്ടി വേർതിരിക്കപ്പെട്ടിരുന്ന വസ്തുക്കളെ ലോകത്തിന് വേണ്ടി കൊടുക്കുവാനായിട്ട് അവൻ ഇടയായി തീർന്നു. He compromised that which belonged to God and was sacred to God in order to please the world. ലോകത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ദൈവത്തിന് മുമ്പിൽ ഏറ്റവും വിശുദ്ധമായതിനു വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ടതായിട്ട് അവൻ ഇടയായി തീർന്നു. We'll go into application soon, but let's go to the fifth thing he did. അഞ്ചാമത്തെ കാര്യം പറഞ്ഞിട്ട് അതിന്റെ പ്രായോഗിക വശങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. We see then, after the king of Assyria helped him, Ahaz says, I want to go visit the king of Assyria. അശ്ശൂർ രാജാവ് അവനെ സഹായിച്ചതിന് ശേഷം ഇവിടെ അവൻ ചിന്തിക്കുന്നു, ഞാൻ അശ്ശൂർ രാജാവിനെ ഒന്ന് പോയി കാണാനായിട്ട് And ആഗ്രഹിക്കുന്നു. he goes to Damascus and he sees the temple built there in Damascus. അവൻ ദമശ്കയിലേക്ക് ചെന്ന് അശ്ശൂർ രാജാവിന്റെ അവരുടെ അന്യദൈവത്തിന്റെ ആലയം കാണാനിടയായി തീർന്നു. He walks into the temple and he sees the altar that they have built there. അവിടെ ദമശ്കിലെ ആലയത്തിലേക്ക് കാല് വെച്ചപ്പോൾ അവിടെ ഉള്ള യാഗപീഠത്തെ അവൻ ശ്രദ്ധിക്കുകയാണ്. And he loved this altar that he saw. അവിടെ കണ്ട ആ ദമശ്കിലെ ആലയം, ആ യാഗപീഠം അവനങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. He loved it so much that he sent a letter to his priest Uriah. ഊരിയാവെന്ന തന്റെ പുരോഹിതന് അവൻ എടുത്തു കൊടുത്ത അത്രമാത്രം അവൻ ദമശ്കിലെ ആലയം ഇഷ്ടപ്പെട്ടുകൊണ്ട് എടുത്തു കൊടുക്കുകയാണ്. And he basically says, hey, I like this altar better than the one we have in our temple. നമ്മുടെ ആലയത്തിലുള്ള നമ്മുടെ യാഗപീഠത്തെക്കാളും എനിക്ക് ഇവിടെ ദമശ്കിലെ ഈ രാജാവിന്റെ യാഗപീഠത്തെ ഇഷ്ടപ്പെടുകയാണ്. And so before I come, I'm going to send you the blueprint. I want you to build the altar just like this and put it in our temple. അതുകൊണ്ട് ഊരിയ പുരോഹിതനോട് താൻ പറയുകയാണ്, ഞാൻ വരുന്നതിന് മുമ്പ് ഈ ആലയത്തിന്റെ ബ്ലൂ പ്രിന്റും പ്ലാനും എല്ലാം ഞാൻ ഇവിടുന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വരാം, അതുപോലെ എനിക്ക് നമ്മുടെ ആലയം പണിയണം. And by the time we read, and Uriah the priest built the altar in accordance with all that the king Ahaz had sent from Damascus. ആഹാസ് ദമശ്കിൽ നിന്ന് കൊണ്ടുവന്ന ആ മാതൃക അനുസരിച്ച് ഇവിടെ ഊരിയാവ് ആലയം പണിയുന്നതിന് മുമ്പ് Ahaz fell in love with the world and what he saw, and his desire was that the temple should look just like the world. ലോകത്തോട് ഉള്ള സ്നേഹം ആഹാസിന്റെ വർദ്ധിച്ചിട്ട് ലോകത്തിലുള്ള മറ്റുള്ള ജാതിയിലുള്ള രാജാവിന്റെ ആ ആലയം പോലെ യാഗപീഠം പോലെ എൻ്റെ ദൈവത്തിന്റെ ആലയമാക്കണമെന്നുള്ള ചിന്ത അവന്റെ ഹൃദയത്തെ ഭരിക്കാനിടയായി. Not only did he give that which belonged to God to the world, he took what was the world and brought it into the temple of God. ദൈവത്തിന് വേണ്ടി നിവേദിച്ചിരുന്നത് അവൻ ലോകത്തിന് കൊടുക്കുക മാത്രമല്ല ചെയ്തത്, ലോകത്തിലുള്ളത് എടുത്ത് ദൈവാലയത്തിൽ കൊണ്ടുവരേണ്ട ഇടയായി തീർന്നു. And what ultimately happened, the final thing, number 6. ആറാമതായിട്ട് എന്ത് സംഭവിച്ചു നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. 2 Kings 16 verse 14. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 16:14 ഇങ്ങനെ വായിക്കുന്നു. And the bronze altar that was before the Lord he removed from the front of the house, from the place between his altar and the house of the Lord, put it on the north side of his altar. യഹോവയുടെ ആലയത്തിലെ താമ്ര യാഗപീഠം അവൻ ആലയത്തിന്റെ മുൻവശത്ത് തന്റെ യാഗപീഠത്തിൽ നിന്ന് യഹോവയുടെ ആലയത്തിന്റെ മധ്യത്തിൽ നീക്കി തന്റെ യാഗപീഠത്തിന്റെ വടക്ക് വശത്ത് കൊണ്ടുപോയി വെച്ചു. Here's what is really important about this. ഇതിന് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യം ഇതാണ്. When God institutes the temple and the altar, ദൈവം തന്റെ ആലയവും യാഗപീഠവും പ്രതിഷ്ഠിച്ചപ്പോൾ God is very specific about it. ദൈവം വളരെ 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 വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. And his desire was that the altar should face towards the west. കർത്താവ് പറഞ്ഞിരുന്നു പടിഞ്ഞാറോട്ട് മുഖം തിരിച്ചാണ് തന്റെ യാഗപീഠം വെക്കേണ്ടതെന്ന് ദൈവം പറഞ്ഞിരുന്നു. It was more of a symbolic gesture for them to know and remember their God and who they are and where they belong. അവിടെ അവരുടെ ദൈവം ആരാണെന്നും അവർ ഈ ഇസ്രായേൽ ജനം ആർക്ക് വേണ്ടിയുള്ളവരാണെന്നുള്ള വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദൈവം അങ്ങനെ നിർദ്ദേശം വെച്ചത്. In the book of Daniel we read that when Daniel prayed when he was in Babylon, he opened his windows and faced Jerusalem. The reason he did that was, the reason God asked him to do that is because the people were called to pray facing Jerusalem, so no matter where they go in the world they will remember where they're supposed to be. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ ദാനിയേൽ തന്റെ കിളിവാതിലുകൾ യെരൂശലേമിൽ നേരെ തുറന്ന് പ്രാർത്ഥിച്ചാണ് വായിക്കുന്നുണ്ട്. ദൈവജനം എവിടെയായിരുന്നാലും യെരൂശലേം സെന്റർ ആയിക്കൊണ്ട് യെരൂശലേമിന് നേരെ മുഖം തിരിച്ച് പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചത് താങ്കൾ ആരാണെന്നുള്ള വ്യക്തമായ ബോധ്യത്തിന് വേണ്ടിയാണ്. And when Ahaz brought this new altar, historians say he replaced the altar that was there and he faced the new one towards the east.
ആഹാസിയുടെ പുതിയ ആലയം, പുതിയ യാഗപീഠം കൊണ്ട് പ്രതിഷ്ഠിക്കുമ്പോൾ അവൻ ആ യാഗപീഠം കിഴക്കോട്ട് അഭിമുഖമായി വെച്ചു. And without knowing, or maybe unintentionally or intentionally, what happens is the worship that was instituted by God to face one way has completely turned the other way, and Ahaz has now turned his back onto God. അവിടെ സംഭവിച്ചത് താൻ അറിഞ്ഞോ അറിയാതെയോ ദൈവം ആഗ്രഹിച്ച ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഒരു സ്ഥലത്തേക്ക് തിരിഞ്ഞു നിൽക്കണമെന്നുള്ള ആഗ്രഹത്തിന് നേരെ വിപരീതമായ കിഴക്കോട്ട് തിരിച്ചു വെച്ച മുഖാന്തരമായി ആഹാസ് ദൈവത്തിന് വേണ്ടി പുറംതിരിഞ്ഞു നിന്ന് ആലയത്തിൽ പുറംതിരിഞ്ഞു നിന്ന അവസ്ഥ. From not being able to consecrate himself to God, now Ahaz has completely turned his back to God. ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെടേണ്ട ആഹാസ് അത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അവന്റെ പുറം തിരിച്ചു ദൈവത്തിന് എതിരായി തിരിഞ്ഞ അവസ്ഥയാണ്. I want to conclude very quickly to the correlation for us sitting here this morning. ഇവിടെ നമ്മൾ ഇരിക്കുന്ന നമ്മളെക്കുറിച്ചുള്ള ഇതിലെ ചിന്ത, നമ്മളെയുള്ള ദൈവത്തിന്റെ കണക്ഷൻ ഞാൻ പറഞ്ഞു ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. I don't want to read it, and if it's on the screen you can see it and go home and read it too. In 1 Corinthians chapter 3 and chapter 6, Paul says to the church in Corinth, "Don't you know that you are the temple of God?" 1 കൊരിന്ത്യർ 2-3 അധ്യായം നമ്മൾ വായിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? The Spirit of God dwells within you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. You have been chosen and separated and consecrated to God. നിങ്ങൾ ദൈവത്തിന് വേണ്ടി വേർതിരിച്ച് വിളിക്കപ്പെട്ട ഒരു കൂട്ടം ജനമാണ്. But in chapter 3 he talks about divisions in the church and then says it, and in chapter 6 he talks about immorality. So Paul's not talking about just any external holiness, what you wear, how you do your hair, although those things are important. He's talking about the mind and he's talking about the heart. മൂന്നാം അധ്യായത്തിൽ പറയുന്ന കാര്യത്തെ ആരാധനയെ സംബന്ധിച്ച് പറയുമ്പോൾ 6-ാം അധ്യായത്തിൽ അശുദ്ധിയെക്കുറിച്ച് ജീവിത അശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഏത് തരത്തിൽ ഡ്രസ് ചെയ്തു പുറമേയുള്ള നമ്മുടെ കാര്യങ്ങളോ മൊഴിയോ ഒന്നും അല്ല എന്ന ഉള്ളിലുള്ള ഹൃദയത്തിനകത്ത് നിന്ന് വരുന്നതായ ചിന്തകളെക്കുറിച്ച് ആ അശുദ്ധിയെക്കുറിച്ചാണ് പറയുന്നത്. In the Gospels, when the disciples are walking with Jesus, they point out to Jesus, "Jesus, look at the temple." And Jesus looks and they're trying to show him, look how big, look how adorned, look how amazing the temple looks. സുവിശേഷങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ശിഷ്യന്മാരെ കർത്താവുമായിട്ട് നടന്നു വരുമ്പോൾ യെരൂശലേം ദേവാലയത്തിന്റെ മനോഹാരിത കണ്ടിട്ട് ചോദിക്കുകയാണ്, എത്ര മനോഹരമായ ആലയം. And Jesus says, there will not be one stone here left unturned that will not be thrown down. കർത്താവ് പറഞ്ഞെന്താണ്, ഈ ആലയത്തിൽ കല്ലുമേൽ ശിക്ഷിക്കാത്ത കാലം വരും. 3 chapters before is when Jesus runs into the temple and flips the tables and says, "You have turned my Father's house into a den of robbers." 3 അധ്യായത്തിന് മുമ്പ് നാം വായിക്കുന്നുണ്ട്, യേശു കർത്താവ് ആലയത്തിൽ കടന്നു നിന്ന് അവിടെ ഉണ്ടാകുന്ന യാഗപീഠങ്ങളെല്ലാം മറിച്ചിട്ടിട്ട് പറയുന്നുണ്ട്, എൻ്റെ പിതാവിന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ കള്ളമാണ് ഗുഹയാക്കി തീർത്തിരിക്കുന്നു. When disciples saw the beauty of the temple and how beautiful it looked on the outside, Jesus knew exactly what was happening on the inside. ശിഷ്യന്മാർ ആലയത്തിന്റെ പുറത്തെ ഭംഗി നോക്കിയപ്പോൾ കണ്ടപ്പോൾ യേശു കർത്താവ് ആലയത്തിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നു. Brothers and sisters, you and I as the temple of the living God. പ്രിയ സഹോദരന്മാരെ, നാം ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ ആലയങ്ങളാണ്. Jesus knows exactly what is inside of you. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന എന്താണ് വ്യക്തമായിട്ട് നമ്മുടെ കർത്താവിന് അറിയാം. However it might be that you convince other people, you look and talk and act, Jesus sees us inside out. നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ പ്രസാദിപ്പാൻ ശ്രമിച്ചാലും എങ്ങനെയെല്ലാം മറ്റുള്ള മുമ്പിൽ അഭിനയിക്കാൻ ശ്രമിച്ചാലും നിന്റെ ഉള്ളിൽ ഒളിക്കുന്ന എന്തെന്ന് വ്യക്തമായിട്ട് അറിയുന്ന കർത്താവിനാണ് നാം സേവിക്കുന്നത്. And we see an Ahaz here that valued the temple golds and the jewels in the temple more than the presence of God that was supposed to be in the temple. ആഹാസിനെ കാണുന്നത് ആഹാസിന്റെ ആലയത്തിലുള്ള സ്വർണ്ണ വജ്രങ്ങളൊക്കെ കൊണ്ടുള്ള ആഭരണങ്ങളെ ദൈവസാന്നിധ്യത്തിന് പകരമായി അവൻ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു. Remember, he took the things that belonged to God in the temple and he gave it to the world to please the world. ലോകത്തെ പ്രസാദിപ്പാൻ ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി വേർതിരിച്ച് പിടിച്ച വസ്തുക്കളെ ലോകത്തിന് മുമ്പിൽ സമ്മാനിച്ച വ്യക്തിയായിരുന്നു ആഹാസ്. There are things, holy things, precious things that God has entrusted within you. നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന വളരെ വിശുദ്ധമായി സൂക്ഷിക്കേണ്ട വസ്തുക്കളുണ്ട്. അത് നമ്മൾക്ക് തന്നിരിക്കുന്ന ദൈവം തന്നിരിക്കുന്ന ദാനങ്ങളാണ് അതൊക്കെ. There are his precious things, his Holy Spirit and the fruit of his Holy Spirit that God has placed inside of you. നമ്മുടെ ഉള്ളിൽ വസിച്ചിരിക്കാൻ ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഏറ്റവും
precious ആയിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൈവമക്കളാണ് നാം ഇവിടെ And we ഇരിക്കുന്നത്. ought to be very careful that in order to please the world, we give up those things that God has given to us, the holy things that God has put inside of us, in order to please the people on the outside. ഈ പ്രകാരം ലോകത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിശുദ്ധമായ വസ്തുക്കളെ ലോകത്തിന് മുമ്പിൽ നമുക്ക് സമ്മാനിക്കാനായിട്ട് ഒരിക്കലും നാം തയ്യാറാകരുത്. And as a church, we are called to be the temple of God. ദൈവസഭ വിശുദ്ധ ആലയമായി വേർതിരിക്കപ്പെട്ട And we ought സംഘമാണ്. never to compromise what is in the temple of God, the worship in the temple of God, to please people on the outside. ദൈവത്തിന്റെ ആലയത്തെ ആരാധന മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാനായിട്ട് വിട്ടുവീഴ്ച ചെയ്യുവാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. The second thing that Ahaz did, രണ്ടാമതാണ് ആഹാസ് ചെയ്ത കാര്യം, he took things that he liked on the outside and put it and replaced things on the inside. ലോകത്തിലുള്ള തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ലോകത്തിനുള്ളത് എടുത്ത് ആലയത്തിലേക്ക് കൊണ്ടുവരികയാണ്. There are so many things that we walk around and see and we say to ourselves, this looks so much better than what I have. നാം നടക്കുമ്പോൾ ലോകത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ കാണാറുണ്ട്, അത് നല്ലതാണെന്ന് തോന്നാറുണ്ട്, അതെല്ലാം ഇങ്ങോട്ട് എടുത്തുകൊണ്ട് ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാകാറുണ്ട്. There are so many things that we say, this doesn't look like a wrong thing, this is better for me than what God has given to me. ദൈവം എനിക്ക് തന്ന ഇതിനേക്കാളും നല്ലത് മറ്റേതാണ്, ലോകത്തിനാണെന്നുള്ള ചിന്ത ഹൃദയത്തിൽ ഭരിക്കാൻ But the Holy സാധ്യതയുണ്ട്. Spirit is reminding us today to guard ourselves from taking things of the world and replacing that which God has entrusted within ഇന്ന് us. പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന കാര്യം, ലോകത്തിൽ കാണുന്ന വസ്തുക്കൾ നല്ലതാണെങ്കിലും അതിനെ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ദൈവം തന്നിരിക്കുന്ന വിശുദ്ധമായ കാര്യങ്ങളെ അതിന് പകരമായി പ്രതിഷ്ഠിക്കാനായിട്ട് ഒരിക്കലും പാടില്ല. This God's temple is holy. ദൈവത്തിന്റെ ആലയം വിശുദ്ധമാണ്. God cares what's on the inside. ദൈവം ഹൃദയത്തിന് ഉള്ളിലിരിക്കുന്ന എന്താണ് ദൈവം വളരെയധികം സൂക്ഷ്മതയോടെ പരിശോധിക്കുന്ന ദൈവമാണ്. He knows better than you what is on the inside. നിന്റെ ഉള്ളിൽ എന്താണ് നിന്നെക്കാൾ അറിയുന്ന ദൈവമാണ് നാം സേവിക്കുന്ന And if ദൈവം. God has entrusted something within you, നമ്മളെ ഉള്ളിൽ എന്തെങ്കിലും ദൈവം ഫലമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ never give that up to the world. ഈ ലോകത്തിന് ഒരിക്കലും ലോകത്തിന് മുമ്പിൽ കാഴ്ചവെപ്പാൻ നമുക്ക് അനുവാദമില്ല, പാടില്ല. Let that go completely to God. നമുക്ക് ദൈവത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് അത് കൊടുക്കാം. The third thing he did was he turned his back completely to God. മൂന്നാമത് അവൻ ചെയ്തത് അവന്റെ പുറം ദൈവത്തിനെതിരെ തിരിച്ചു കളഞ്ഞു. Some of us don't feel like we would ever get there. നാം പലപ്പോഴും ചിന്തിക്കും, ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പലപ്പോഴും പറയാറുണ്ട്. We might think I would never do that to God. ഞാൻ ഒരിക്കലും അത് ദൈവത്തോട് ചെയ്യില്ല എന്ന് പറയാറുണ്ട്. But remember, it started with him not separating himself. നിങ്ങൾ ചിന്തിക്കുക, അത് ആരംഭിച്ചത് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടാത്ത അവസ്ഥയിൽ നിന്നാണ് തുടങ്ങിയത്. His attention slipped into the world. ലോകത്തിലേക്ക് തന്റേതായ ശ്രദ്ധ തിരിഞ്ഞുപോയി. His affection started to grow for the world. ലോകത്തിലേക്ക് തന്റെ സ്നേഹം പയ്യെ ലോകത്തിലേക്ക് ആയിപ്പോയി. And because of that, his trust went to the world. അതുകൊണ്ട് അവന്റെ ആശ്രയം ലോകത്തിലേക്കായി. And he started to give the world the things that should only go to God. ദൈവത്തിന് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ട വസ്തുക്കളെ ലോകത്തിന് കൊടുക്കാനായിട്ട് അവൻ He took things from the world that should not belong in the temple of God. ദൈവാലയത്തിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത കാര്യങ്ങൾ ലോകത്തിൽ നിന്ന് കടം വാങ്ങിച്ചെടുത്ത് ആലയത്തിൽ കൊണ്ടുവരേണ്ടതായി തീർന്നു. And before he realized, he had turned his back completely on അവൻ God. അറിയുന്നതിന് മുമ്പ് അവൻ ദൈവത്തോട് മുഖം തിരിച്ചവനായി പുറം തിരിയപ്പെട്ടവനായി കണ്ടു. God really cares about his temple, brothers and sisters. ദൈവന്റെ പ്രിയ സഹോദരൻ തന്റെ ആലയത്തെക്കുറിച്ച് ദൈവം തീക്ഷ്ണതയുള്ള ദൈവമാണ്. Because we are called the temple of God and we were bought at a price to be the temple of God. നാം ദൈവത്തിന്റെ ആലയമായി തീരുവാനായിട്ട് വലിയ വില കൊടുത്ത ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ്. And he cares about who we are, what's inside, what's on the outside. നാം ആരാണെന്നുള്ളതിനെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ചിന്തയുണ്ട്. നാം ആരാണ് ദൈവത്തിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. This church belongs to God. ഈ സഭ ദൈവത്തിനുള്ളതാണ്. He cares what's on the inside. ഈ സഭ ചർച്ചിനുള്ളിലുള്ളത് ദൈവം വളരെ വ്യക്തമായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന് അറിയാം. He desires holiness within this church. ഈ ആലയത്തിനുള്ളിൽ ദൈവം വിശുദ്ധി ആഗ്രഹിക്കുന്നു. And he desires everything that's done here is for the glory of God alone. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവനാമത്തിന്റെ മഹത്വത്തിനായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. I want to conclude with this. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. Ahaz has a son named Hezekiah. ആഹാസിന് ഒരു പുത്രൻ ജനിച്ചു. അവന്റെ പേര് ഹിസ്കിയാവ് എന്നായിരുന്നു. Hezekiah literally had no good example in his life. ഹിസ്കിയാവിന് അവന്റെ മുമ്പിൽ നല്ലൊരു മാതൃക ഉണ്ടായിരുന്നില്ല. His dad was not a good example.
അവന്റെ പിതാവ് നല്ലൊരു മാതൃകയായിരുന്നില്ല. The ministers in the temple were not a good example. അവിടെയുള്ള പുരോഹിതന്മാർ ഒരു മാതൃകയുള്ളവരായിരുന്നില്ല. Not a single person in his life to look at. അവന്റെ ജീവിതത്തിൽ ആരെയും മാതൃകയായിട്ട് കാണാൻ അവൻ ഉണ്ടായിരുന്നില്ല. But as soon as Hezekiah came to the throne, ഹിസ്കിയാവ് രാജസ്ഥാനത്ത് വന്നപ്പോൾ the first thing he says is, we need to begin worship in the temple of God. ഒന്നാമതായിട്ട് അവൻ ചെയ്തത് ആലയത്തിൽ ആരാധന യഥാസ്ഥാനമാക്കി. He said, I know what my father David had done. അവൻ പറഞ്ഞത് എന്റെ പിതാവായ ദാവീദ് ചെയ്തതെങ്ങനെ എനിക്കറിയാം. He read the law of Moses. ദൈവം മോശയുടെ പ്രമാണം അവൻ വായിക്കുകയാണ്. And he said, even if I don't have a single person with me, എന്നെ കൂടെ ഒരൊറ്റ വ്യക്തി പോലും ഇല്ലെങ്കിലും I will not compromise the integrity of the temple of God. ദൈവാലയത്തിന്റെ പരിശുദ്ധിയെ ഞാൻ വിട്ടുവീഴ്ച ചെയ്യുകയില്ല. In 2 Kings chapter 18 verse 6, രണ്ട് രാജാക്കന്മാർ 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. read what this King Ahaz's son did. ആഹാസിന്റെ മകനായ ഈ രാജാവ് ചെയ്തത് വായിക്കുക. For he held fast to the Lord. അവൻ ദൈവത്തിന് മുമ്പിൽ ഉപവാസമെടുക്കുകയാണ്. He held fast onto the Lord. He held on to the Lord. അവൻ ദൈവത്തിന്റെ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുകയാണ്. He did not depart from following him. അവൻ ദൈവത്തിന്റെ വഴികളെ വിട്ടുമാറാതെ നടക്കുകയാണ്. But he kept the commandments that the Lord had commanded Moses. യഹോവയോട് കൽപ്പിച്ച അവന്റെ വഴികളെ പ്രമാണിച്ചു ചേർന്ന് നടന്നു. Brothers and sisters, our standard is very high. എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ മുമ്പിലുള്ള മാതൃക വളരെ ഉന്നതമാണ്. Our standard is Jesus Christ. നമ്മുടെ മാതൃക യേശു ക്രിസ്തുവാണ്. There is no shorter standard that we have than that. അതിൽ കുറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് നമ്മുടെ മുമ്പിലില്ല. And our call is to give him glory and to give him worship. നമ്മുടെ വിളി എന്ന് പറയുന്നത് യേശുവിന് മഹത്വം കൊടുക്കുവാനും അവനെ ആരാധിക്കാൻ വേണ്ടിയാണ്. And each and every one of you, God has separated as his temple. നമ്മൾ ഓരോരുത്തരും യേശു കർത്താവ് അവൻ ആലയമായി വേർതിരിക്കപ്പെട്ടവരാണ്. And as you walk through this world, the world will call you from here and there and say, give me some of what you have and I'll give you myself. ലോകത്തിൽ നാം നടക്കുമ്പോൾ ലോകം നമ്മളെ മാടി വിളിക്കും, ഇങ്ങോട്ട് വരിക, ഞാൻ നിനക്ക് നല്ല കാര്യങ്ങൾ തരാം, കുറച്ചൊക്കെ എൻ്റെ എടുക്കുക എന്ന് ലോകം നിന്നോട് പറയും. But the word of God says, fix your eyes on Jesus. ദൈവവചനം പറയുന്നത് യേശുവിൽ കർത്താവിൽ നമ്മൾ ശ്രദ്ധ വെക്കുക. Give your attention to Jesus. കർത്താവിൽ നമ്മുടെ മുഴുവൻ ശ്രദ്ധയും പതിപ്പിക്കുക. Give your affection to Jesus. നമ്മുടെ മുഴുവൻ സ്നേഹവും യേശുവിന് കൊടുക്കുക. Don't look up to other people. മറ്റുള്ളവരേക്ക് നോക്കാതിരിക്കുക. Don't justify yourself based on other people. മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് നമ്മളെ ന്യായീകരിക്കാതിരിക്കുക. Say, I want to be the temple of God. പറയുക, ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയമായി തീരും. I want the presence of God to dwell within me. എൻ്റെ ഉള്ളിൽ ദൈവാത്മാവിന്റെ സാന്നിധ്യം എനിക്ക് വേണം. And as David cried, God, please don't take your Holy Spirit away from me. ദാവീദ് കരഞ്ഞു പറഞ്ഞതുപോലെ, കർത്താവേ, നിന്റെ ആത്മാവിനെ എന്നെ എടുത്ത് കളയരുത്. God really cares about his temple, brothers and sisters. ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ച് കരുതുന്നവനാണ്. Let us never compromise that for the world. ലോകത്തിന് വേണ്ടി അത് വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് ഒരിക്കലും പാടില്ല. Our calling is really high. നമ്മുടെ വിളി വളരെ ഉന്നതമാണ്. We have a very great calling. നമുക്ക് വലിയൊരു വിളി നമ്മുടെ മുമ്പിലുണ്ട്. We are called as priests in the kingdom of God. ദൈവത്തിന്റെ ആലയത്തിൽ പുരോഹിതന്മാരായി വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. And as priests we have to guard the temple. പുരോഹിതന്മാരാണെങ്കിൽ ആലയത്തെ പരിരക്ഷ ചെയ്യേണ്ട ചുമതല നമ്മുടെയാണ്. The world will discourage you and the world will let you down every single day. എല്ലാ ദിവസവും ലോകം നമ്മളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കും, നമ്മളെ താഴോട്ട് ഇടാൻ ശ്രമിക്കും. But Jesus has yet never to let a single person down. എന്നാൽ യേശു ക്രിസ്തു എന്ന കർത്താവ് ഒരിക്കലും ആരെയും തള്ളിക്കളയാത്ത ദൈവമാണ്. And in our moments of distress and trial, put your trust in Jesus. നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ കർത്താവിൽ നാം പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. Let's bow our heads in prayer.